മക്കൾസേ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ കുറച്ച് എക്സാമ്പിളായിട്ട് കണ്ടാലോ. ക്ലാസിഫൈ ദ സിറ്റുവേഷൻ ഗിവൻ ബിലോ ആസ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. എന്താണ് താഴെ തന്നിരിക്കുന്ന യൂണിഫോം വെലോസിറ്റി ആണോ നോൺ യൂണിഫോം വെലോസിറ്റി ആണോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് വേണം എന്താ? മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന ഒരു കല്ലിൻ്റെ ചലനം. അത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? എന്തായിരിക്കും? യെസ്, അത് നോൺ യൂണിഫോം ആണ്. എന്താണ് കാരണം? നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി സ്പീഡും ഡയറക്ഷനും മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റിയും ചേഞ്ച് വരും അല്ലേ? അപ്പം ഒരു കല്ല് അടിയിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് അങ്ങനെ കൂടി കൂടി വരികയാണ് ചെയ്യലേ. അപ്പോൾ അവിടെ നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ വാക്വം. അതായത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ലൈറ്റ് വാക്കത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ്? ഒരേ സ്പീഡിലായിരിക്കും അല്ലേ? അപ്പം ലൈറ്റ് സെയിം വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുക. സോ അത് യൂണിഫോം വെലോസിറ്റി. ദെൻ തേർഡ് വൺ, you start from a bus. A bus starts from a bus stop and is moving forward. എന്താണ്? ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നൊരു ബസ്. എന്താണ് അതിൻ്റെ ആ ഒരു ചലനം? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? എന്തായാലും നോൺ യൂണിഫോം ആവും അല്ലേ? കാരണം എന്താണ്? അവിടെ സ്പീഡ് ആദ്യം ചെറിയൊരു സ്പീഡായിരുന്നു അല്ലേ? പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ സ്പീഡ് കൂടി കൂടി വന്നു. സോ അത് നോൺ യൂണിഫോം വെലോസിറ്റി. Then fourth one, a train traveling at a uniform speed in the same direction. എന്താണ്? ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സെയിം സ്പീഡിൽ പോകുന്നത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? യെസ്, യൂണിഫോം ആണ് അല്ലേ? ഒരേ ദിശയിൽ സെയിം സ്പീഡിൽ വരുമ്പോൾ സെയിം വെലോസിറ്റി. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, സ്വിങ്ങിങ് ഓൺ എ സ്വിങ്. എന്താണ്? ഊഞ്ഞാലാടുന്നതിൻ്റെ ആ ഒരു മോഷൻ എന്താണ്? യെസ്, അതെന്താ? നോൺ യൂണിഫോം ആണല്ലേ? കാരണം എന്താ? ഒരേ സ്പീഡിലല്ലേ പോകലില്ലേ? ഡയറക്ഷനിലും സ്പീഡിലൊക്കെ വ്യത്യാസം വരും ഊഞ്ഞാലാടുമ്പോൾ. സോ അത് നോൺ യൂണിഫോം ആണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പഠിക്കാൻ പോണത് എന്താണ്? ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? വണ്ടിയിലൊക്കെ കാറിലൊക്കെ പോകുമ്പോൾ ആക്സിലറേറ്റർ കൂട്ടുക എന്നൊക്കെ. എന്താ അതിൻ്റെ അർത്ഥം? യെസ്, ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ സ്പീഡ് കൂടില്ലേ? യെസ്, അതാണ് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? അതായത് ആക്സിലറേഷൻ ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അതായത് എന്താണ്? ഓരോ സെക്കൻഡിലും ഓരോ യൂണിറ്റ് ടൈമിലും എത്ര വെലോസിറ്റിയിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നതാണ് എന്ത്? ആക്സിലറേഷൻ. ഓക്കെ, യെസ്. ഈ ഒരു പിക്ചറിൽ നോക്കൂ. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് എയിൽ ആ ഒരു കാറ് എന്താ ചെയ്യണത്? യെസ്, എയിലെത്തിയപ്പോൾ കാറ് 0 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അല്ലേ? ദെൻ ബിയിലെത്തിയപ്പോൾ 2 സെക്കൻഡിൽ അത് 4 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആയി മാറി. ദെൻ 4 സെക്കൻഡിൽ എന്തായി? 8 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറി വെലോസിറ്റി. ദെൻ 6 സെക്കൻഡിൽ 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആയി മാറി അല്ലേ? യെസ്, ഇവിടെ എന്താണ് ചെയ്യണത്? യെസ്, ഓരോ സെക്കൻഡ് കൂടുന്തോറും അതായത് ഓരോ സെക്കൻഡിലും അവിടെ എന്ത് കൂടുന്നുണ്ട്? വെലോസിറ്റി കൂടുന്നുണ്ടല്ലേ? യെസ്, അത് തന്നെയാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഓരോ സെക്കൻഡിലും എത്ര വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നതാണ് ആക്സിലറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആക്സിലറേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്ന ലെറ്റർ വെച്ചിട്ടാണ്, സ്മോൾ ലെറ്റർ എ. അപ്പോൾ അതായത് ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അതായത് വെലോസിറ്റിയിലെ ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വി മൈനസ് യു. അതായത് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി. ദെൻ യു ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി. അതായത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അപ്പം എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, അതിൻ്റെ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എന്താണെന്ന് പഠിച്ചില്ലേ? അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഫ്രം 4 മീറ്റർ പെർ സെക്കൻഡ് ടു 28 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 4 സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 28 അതായത് 28 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്തു. എന്തായിരിക്കും അവിടുത്തെ ആക്സിലറേഷൻ? അപ്പോൾ നമ്മൾ പഠിച്ചു ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്?
എന്താണ് ആക്സിലറേഷൻ കാണാൻ എ ഈക്വൽ ടു എന്താണ് വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ആണല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് വി എന്താണ് വി ഈക്വൽ ടു 28 മീറ്റർ പെർ സെക്കൻഡ്. യു ഈക്വൽ ടു എത്രയാ, അതായത് അന്ത്യപ്രവേഗം എത്രയാണ് 4 മീറ്റർ പെർ സെക്കൻഡ്. സോ എന്താണ് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം എ ഈക്വൽ ടു വി മൈനസ് യു, അതായത് 28 മൈനസ് 4 ഡിവൈഡഡ് ബൈ ടി എത്രയാണ് അവിടെ കൊടുത്തിട്ടില്ലേ 4 സെക്കൻഡ്. ഓക്കെ, ക്ലിയർ? ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എന്താണ് പഠിച്ചു അല്ലേ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്താലോ നമുക്ക്. എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഫ്രം 4 മീറ്റർ പെർ സെക്കൻഡ് ടു 28 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 28 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്തു അല്ലേ. എത്ര സെക്കൻഡ് കൊണ്ട്? 4 സെക്കൻഡ് കൊണ്ട്. യെസ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ, അവിടുത്തെ ആക്സിലറേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? യെസ്, എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, യെസ്. ഇവിടുത്തെ വി എന്താണ്? ഇവിടുത്തെ വി, യെസ്, ഇവിടുത്തെ വി 28, അതായത് ഇവിടുത്തെ അന്ത്യപ്രവേഗം, അതായത് ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു 28 മൈനസ് എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് അന്ത്യപ്രവേഗം 4, ദെൻ ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? യെസ്, 4 സെക്കൻഡ്. ദെൻ 28 മൈനസ് 4 ഈക്വൽ ടു എത്രയാണ്? യെസ്, 24 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു നമുക്കറിയാം 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A car which was moving with 20 meter per second velocity came to rest in 5 seconds by applying brakes. Calculate the acceleration. എന്താണ്? അതായത് ഒരു കാറിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? യെസ്, എ കാർ വിച്ച് വാസ് മൂവിങ് വിത്ത് 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കെയിം ടു റെസ്റ്റ്. അതായത് എന്താണ്? ഒരു കാർ 20 മീറ്റർ പെർ സെക്കൻഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ കാർ ബ്രേക്ക് പിടിച്ച് അവിടെ റെസ്റ്റിലായി, അതായത് സ്റ്റോപ്പായി. യെസ്. ദെൻ കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. ഇവിടുത്തെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ പഠിച്ചു. എന്താണ് ആക്സിലറേഷൻ? ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വി എത്രയാണ്? ഇവിടുത്തെ വി എത്രയാണ്? ഇവിടുത്തെ വി തന്നിട്ടില്ല അല്ലേ. അതായത് റെസ്റ്റ് ഇൻ ബൈ 5 സെക്കൻഡ് എന്നാണല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? അതായത് ഇവിടെ കാറ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ വി എന്ന് പറഞ്ഞാൽ, അതായത് അതിൻ്റെ അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയാം അല്ലേ. ഓക്കെ, യു എന്താണ്? യെസ്, യു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലൂടെയാണ് വന്നിട്ടുള്ളത്. ദെൻ അപ്പോൾ യു ഈക്വൽ ടു 20. ദെൻ ടി ഈക്വൽ ടു എത്രയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്? 5 സെക്കൻഡ്. ടി ഈക്വൽ ടു 5 സെക്കൻഡ്. ദെൻ നമുക്ക് ചെയ്യാം വി ഈക്വൽ ടു 0 മൈനസ് 20 ഡിവൈഡഡ് ബൈ ടി 5 സെക്കൻഡ്. ഓക്കെ, ദെൻ എത്രയായിരിക്കും? മൈനസ് 20 ഡിവൈഡഡ് ബൈ എത്രയാണ്? 5 ഈക്വൽ ടു മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, യെസ്. അപ്പോൾ മക്കൾസേ ഇവിടെ എന്താണ്? ഇവിടെ ഒരു മൈനസ് വന്നില്ലേ. ഇതുവരെ നമ്മൾ പ്ലസ് ആയിരുന്നു അല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. യെസ്, ഇവിടെ -5 ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു കാറിനെ ബ്രേക്ക് പിടിച്ച് നിർത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെ വെലോസിറ്റി കുറഞ്ഞു വരുന്നതിന് നമ്മൾ ആ ഒരു ആക്സിലറേഷൻ നമ്മൾ വേറൊരു പേര് വിളിക്കുക. അതിന് പേരാണ് എന്ത്? നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ എന്ത് പറയും? റിട്ടാർഡേഷൻ എന്ന് പറയും. എന്താണത്? യെസ്, അതായത് ആക്സിലറേഷൻ ഇങ്ങനെ കുറഞ്ഞു വരിക, സ്പീഡ് കുറഞ്ഞു വരികയാണ് അവിടെ ചെയ്യുന്നത്. സോ
The rate of decrease in velocity is negative acceleration or retardation. അതായത് ആക്സിലറേഷന് അതായത് വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരാം. വെലോസിറ്റി കുറഞ്ഞു വരുമ്പോൾ അത് നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, മന്ദീകരണം അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണം എന്നൊക്കെ നമ്മൾ ഇതിന് പറയാം. ഓക്കെ, ദ rate of decreases in velocity is negative acceleration or retardation. Its unit is also meter per second, അതായത് സെക്കൻഡ് സ്ക്വയർ. അതായത് ആക്സിലറേഷൻ്റെ പോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് റിട്ടാർഡേഷൻ്റെ കുറച്ച് കാൽക്കുലേഷൻ ചെയ്താലോ. എന്താണ്, എ കാർ ഈസ് മൂവിങ് along a straight road with a velocity of 10 meter per second. It's given acceleration of 5 meter per second square. Calculate the velocity of the car after 2 seconds. അതായത് എന്താണ്, എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് റോഡ്. ഒരു കാറ് ഒരു സ്ട്രൈറ്റ് റോഡിലൂടെ പോവാണ് വിത്ത് ദ വെലോസിറ്റി ഓഫ് എത്രയാണ്, 10 meter per second വെലോസിറ്റിയിൽ. ഇറ്റ്സ് ഗിവൺ ആൻ ആക്സിലറേഷൻ, അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 5 meter per second square. ദെൻ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് കാർ ആഫ്റ്റർ 2 seconds. യെസ്, അവിടെ എന്താണ് കാണാൻ തന്നിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ആഫ്റ്റർ 2 സെക്കൻഡിന് ശേഷമുള്ള അതിൻ്റെ വെലോസിറ്റിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. അതായത് കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. സോ അതെന്തായിരിക്കും, അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ആദ്യ പ്രവേഗമായിരിക്കും അല്ലേ. സോ ഇതിലെ യു എന്ന് പറയുന്നത് എത്രയാണ്, ഇതിലെ യു എന്ന് പറയുന്നത് 10 meter per second. ദെൻ ഇതിലെ വി എന്താണ്, യെസ് ഇതിലെ വി ആണ് നമുക്ക് കാണാനുള്ളത് അല്ലേ. ദെൻ ഇവിടുത്തെ ടി എന്ന് പറയുന്നത് എത്രയാണ്, 2 seconds. ദെൻ ആക്സിലറേഷൻ ഈക്വൽ ടു എ ഈക്വൽ ടു 5 per second സ്ക്വയർ. യെസ്, അപ്പോൾ നമുക്ക് വെലോസിറ്റി ആണല്ലേ കാണാനുള്ളത്. എങ്ങനെയാണ് അപ്പോൾ വെലോസിറ്റി കാണാം, വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്ക് നോക്കാം അല്ലേ. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ നമുക്ക് ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, നമുക്ക് വി ആണല്ലേ കാണാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ എനെ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. സോ അപ്പോൾ എ ടി ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം, എ ടി ഈക്വൽ ടു വി മൈനസ് യു. നമുക്ക് ഇതിൽ എന്താണ് വേണ്ടത്, വി ആണല്ലേ. അപ്പോൾ വീണ്ടും വി യെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ എന്താവും, ഈ മൈനസ് യു ഈ സൈഡിലേക്ക് വന്നാൽ പ്ലസ് യു ആവും അല്ലേ. യെസ്, അപ്പോൾ യു പ്ലസ് എ ടി, ഈ ഒരു ഇക്വേഷൻ ആവും നമുക്ക് അത് കിട്ടൽ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് നെക്സ്റ്റ് കുറച്ചും കൂടി കഴിഞ്ഞാൽ ആവശ്യമുണ്ട്, അപ്പം ഓർത്ത് വെക്കുക. ദെൻ അപ്പം നമുക്ക് എന്താ, വി ഈക്വൽ ടു എ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ല സോറി യു എത്രയാണ്, 10 പ്ലസ് എ ടി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 5 ഇൻറ്റു ടി, ടൈം എത്രയാണ് 2. യെസ്, അപ്പം 10 പ്ലസ് 10 ഈക്വൽ ടു 20. യെസ്, അപ്പോൾ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി അതായത് അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 meter per second. ഓക്കെ, ക്ലിയർ. ഓക്കെ, നമ്മൾ ആക്സിലറേഷൻ പഠിച്ചു അല്ലേ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ആക്സിലറേഷൻ. നമ്മൾ എവിടെയൊക്കെയാണ് ആക്സിലറേഷൻ കാണാറുള്ളത്, കാറിലൊക്കെ കാണാം അല്ലേ. യെസ്, സ്പീഡ് കൂടി പോകുന്ന സാധനം കാണാം അല്ലേ, അതായത് സ്പീഡോമീറ്റർ എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കണ്ടില്ലേ, ഇതിനെന്താ പറയുക, സ്പീഡോമീറ്റർ. നമ്മളിങ്ങനെ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ കറങ്ങൂലേ. യെസ്, അതിനാണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. യെസ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ എന്താണ് ഇങ്ങനെ സ്പീഡ് കൂടി പോകുന്ന, അതായത് ആക്സിലറേഷൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഏത് സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ കാണപ്പെടാറുള്ളത് നമ്മളെ നിത്യജീവിതത്തിൽ നോക്കല്ലേ. മക്കൾസ് ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലേ, എല്ലാവരും കയറിയിട്ടില്ലേ, എന്താണത്. യെസ്, പാർക്കിലൊക്കെ പോയാൽ അതേപോലെ വണ്ടർലയിലൊക്കെ പോയാൽ കാണല്ലേ, ജെയിൻറ്റ് വീൽ എന്ന് പറയില്ലേ, യന്ത്ര ഊഞ്ഞാൽ എന്നൊക്കെ പറയും. യെസ്, അത് അതിങ്ങനെ
അത് ആക്സിലറേഷൻ ആണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. അതിങ്ങനെ മെല്ലെ മെല്ലെ വന്ന് ഇങ്ങനെ സ്പീഡ് കൂടി കൂടി വരും അല്ലേ. യെസ്. ദെൻ രണ്ടാമത് എന്താണ്? സ്ലൈഡർ അല്ലേ. മക്കൾക്കൊക്കെ ഇഷ്ടമല്ലേ, ഒരുപാട് ഇഷ്ടമല്ലേ നമ്മൾ ഈ ഒരു വാട്ടർ തീം പാർക്കിലൊക്കെ പോയാൽ ഇങ്ങനെ സ്ലൈഡറൊക്കെ ഇങ്ങനെ കാണലാ. യെസ്. അതും ആദ്യം മെല്ലെ വന്നിട്ട് നല്ല സ്പീഡിൽ പോകൂലേ. യെസ്. അതും ആക്സിലറേഷൻ ആണ്. അവിടെയൊക്കെ സ്പീഡ് കൂടുന്നത് അവിടെയൊക്കെയാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. അതേപോലെ എന്താണ്? ഒരു ട്രീയിൽ നിന്ന് ആപ്പിൾ വീഴുന്നത്. യെസ്. അതും ആക്സിലറേഷൻ ആണ്. ആദ്യം മെല്ലെ വന്നിട്ട് നല്ല സ്പീഡിൽ വീഴൂലേ. അതേപോലെ കോക്കനറ്റ് ഫാളിങ്, അതായത് തെങ്ങുമെന്ന് വീണ്, അതൊക്കെ ആക്സിലറേഷൻ ആണ്. എന്തെങ്കിലും സാധനങ്ങൾ താഴേക്ക് വീഴുന്നതൊക്കെ അതിൻ്റെ പിന്നിൽ കാരണം എന്താണ്? ആക്സിലറേഷൻ ആണ്. അതേപോലെ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന കാറ്, ബൈക്ക്, ഇതൊക്കെ എന്താണ്? ആക്സിലറേഷൻ, ഡ്യൂ ടു ദ ആക്സിലറേഷൻ ആണ്. ദെൻ അതേപോലെ എയർപോർട്ടിലെ ടേക്ക് ഓഫ്, അതായത് ആദ്യം പ്ലെയിൻ ഇങ്ങനെ മെല്ലെ വന്നിട്ട് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകൂലേ. യെസ്. അതിൻ്റെ പിന്നിലും ആക്സിലറേഷൻ ആണ്. ഓക്കെ. യെസ്. അതേപോലെ റിട്ടാർഡേഷൻ എന്തൊക്കെയാണ്? എന്താണ് റിട്ടാർഡേഷൻ? ആക്സിലറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ റിട്ടാർഡേഷൻ? അതാ പറഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ്? വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരില്ലേ. യെസ്. സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരിക. യെസ്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കുക മെല്ലെ. ആദ്യം സ്പീഡിൽ വന്ന ട്രെയിൻ മെല്ലെ 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 വന്ന് നിൽക്കൂലേ. യെസ്. ട്രെയിൻ അറൈവിങ് അറ്റ് എ സ്റ്റേഷൻ, അത് റിട്ടാർഡേഷന് എക്സാമ്പിൾ ആണ്. അതേപോലെ ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തുന്നത്, ആദ്യം ബസ് ഇങ്ങനെ വന്നിട്ട് മെല്ലെ മെല്ലെ വന്നിട്ട് സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നത്, അതൊക്കെ റിട്ടാർഡേഷന് ഉദാഹരണമാണ്. അതേപോലെ പെൻഡുലം, ക്ലോക്കിൻ്റെ പെൻഡുലം ഒക്കെ എന്താണ്? റിട്ടാർഡേഷന് എക്സാമ്പിൾ ആണല്ലേ.